സനാതന ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കൊട്ടു. 1200 മേടമാസം 31 2025 മെയ് മാസം 14 വ്യാഴഗ്രഹ മാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴഗ്രഹം 2025 മെയ് മാസം 14 രാത്രി 10:55 ഇടവൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മിഥുനൻ രാശിയിലേക്ക് മാറുകയാണ്. മിഥുനൻ രാശിയിലേക്ക് മാറുമ്പോൾ ഓരോരോ രാശിക്കാർക്കും എങ്ങനെ ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മളോട് ചിന്തിക്കുന്നത്. വ്യാഴം ഏകദേശം 1 വർഷ കാലയളവിലാണ് ഈ മിഥുനൻ രാശിയിൽ സാധാരണ നിൽക്കാറുള്ളത്. പക്ഷേ ഈ പ്രദേശം മാറുന്ന രാശിയിൽ മാറുന്ന വ്യാഴം 10 മാസമേ നിൽക്കുകയുള്ളൂ. ബാക്കി 2 മാസം കർക്കിടക രാശിയിലാണ് സഞ്ചരിക്കുക. എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞാൽ ഒക്ടോബർ 20 വരയ്ക്കും മിഥുനത്തിലും ഒക്ടോബർ 20 ശേഷം കർക്കിടകത്തിലും. ഒക്ടോബർ 20 ശേഷം പറഞ്ഞാൽ ഡിസംബർ ജനുവരി 2 മാസം കാലയളവിൽ കർക്കിടക രാശിയിൽ നിന്ന് വീണ്ടും ജനുവരി ലാസ്റ്റോടുകൂടി വീണ്ടും മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. വക്രഗതിയോടുകൂടി മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ 10 മാസ കാലയളവിലാണ് പറഞ്ഞത്. 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 മാസം കർക്കിടക രാശിയിൽ നിൽക്കുന്നതും അതിൻ്റെ കൂടാതെ തന്നെ ഈ 10 മാസം മിഥുന രാശിയിൽ നിൽക്കുന്നതിനെ പറ്റിയും ഒരു വീഡിയോ, അതായത് ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടാവും എന്നുള്ള ഓരോരോ ഫലങ്ങളാണ് പറയുന്നത്. നമ്മൾക്ക് ആദ്യം തന്നെ അടുത്ത രാശിയിലേക്ക് പോകും. ഏത് രാശിക്കാർക്കാണെന്നുള്ളത് നോക്കാം. മീനക്കൂറുകാർക്ക് ഇപ്പോൾ ഇതുവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഇടവരാശിയിൽ 3-ാം ഭാവത്തിലുള്ള സ്ഥാനത്തായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. മീനൻ രാശിക്കാർക്ക് ആ മാറ്റം പോയി 4-ാം ഭാവത്തിലേക്കാണ് ഇപ്പോൾ വ്യാഴം വരുന്നത്. മീനൻ രാശിയിൽ നിന്നും 4-ാം സ്ഥാനമായ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം വരുമ്പോൾ അത് കണ്ടക വ്യാഴനായി മാറുന്നു എന്നുള്ള പറയുന്നത്. 4-ാം ഭാവം കണ്ടകമാണ്. 1, 4, 7, 10 കണ്ടക വ്യാഴമാണ്. 3-ലുള്ള വ്യാഴം ദോഷം തന്നെയായിരുന്നു. ഞാനിപ്പോൾ തൊട്ട വീഡിയോ മേടക്കൂറുകളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, 3-ാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മീനം രാശിക്കാർക്ക് പകർത്തുന്നുണ്ടാവും. അത് ഇനിയിപ്പോൾ സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സുഖം നഷ്ടപ്പെടുന്ന പറയുന്നത്. സുഖം ബന്ധുമിത്രാദികൾ മാതാസുഖ മാതുല ബാഹുനെ ക്ഷേത്ര സുഖവാഹനമാസന ശയനച്ച അഭിവൃദ്ധി ഭവനം മാതാവിന് അരിഷ്ടത ഉണ്ടാകുന്ന പല പ്രവൃത്തികളും ചെയ്യാനുള്ള പ്രേരണകൾ നമ്മളെ കൊണ്ടുണ്ടാകും. സുഹൃത്ത് പറഞ്ഞ ബന്ധുക്കളെയുമായി കലയിക്കാനുള്ള പരിപാടികൾ എന്തെങ്കിലും ഒപ്പിക്കും. മാതുലിന് ഇഷ്ടപ്പെടാത്ത, അമ്മാവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികളിൽ എന്തെങ്കിലും. മാതുലഭാവന് ക്ഷേത്രം ഇരിക്കുന്ന ഭവനങ്ങൾക്കെല്ലാം ദോഷങ്ങൾ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇരിക്കുന്ന ഭവനങ്ങളെല്ലാം പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് നിർത്തിവെക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇരിക്കുന്ന ഭവനങ്ങളിലോ പണിതുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിലോ തകർച്ചകൾ വരുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ പണം ചെലവ് കൂടുതൽ വരുവാനുള്ള സാധ്യത, ചില ഭാഗങ്ങളെല്ലാം പൊളിച്ച് മാറ്റേണ്ട അവസ്ഥകൾ ഉണ്ടാവുക എന്നിവയെല്ലാം വരും എന്നാണ് പറയുന്നത്. അതായത് ക്ഷയാവസ്ഥയിൽ കഴിയുന്ന ഭവനങ്ങളെല്ലാം ആണെങ്കിൽ ചിലപ്പോൾ അത് പുനരുദ്ധരിക്കേണ്ടി വരും പറഞ്ഞാൽ അതിനെപ്പോലും ചില ഭാഗങ്ങളെല്ലാം മാറ്റി വൃത്തിയാക്കി കുറച്ചുകൂടി ക്ഷയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുനർനിർമ്മാണം എന്ന് പറയും. പുനർനിർമ്മാണം പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നേരാക്കല്ല, അവരോട് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളെല്ലാം ചെയ്യേണ്ട ഒരു വരും. അനാവശ്യ ചിലവുകൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഉറക്കക്കുറവുകൾ വരുവാനുള്ള സാധ്യത, ബന്ധുമിത്രാദികളായിട്ടും തെറ്റുവാനുള്ള സാധ്യത, അതൊക്കെ കൊണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ 4-ാം ഭാവം എന്ന് വെച്ച് പറഞ്ഞാൽ ഭവനസ്ഥാനമാണ്. പുതിയ ഭവനങ്ങളെല്ലാം നിർമ്മിക്കുകയാണെങ്കിൽ ഭവനത്തിൽ അമിത ചിലവ് കൊടുക്കാതെ, അല്ലെങ്കിൽ അമിത വട്ടച്ചിലവ്, ഈ ചുറ്റൽ 4-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ 4 പാടും ചുറ്റിത്തിരി എന്ന് പറയും. 4 പാടും ചുറ്റിത്തിരിയും. കാരണം ഒരു ഭാഗത്ത് മാത്രം എടുത്തിടേണ്ട സാധനം 4 ഭാഗത്തും തിരയേണ്ടി വരുന്ന പറയുന്നത്. കാരണം കാണാതെ 4 വഴിക്കും പോകും. 4 വഴിക്കും പോകുന്ന അവസ്ഥയാണ്. ഒരു തൊഴിലിന് പോയിട്ട് ഒരു തൊഴിലോടി പോകുമ്പോൾ തൊഴിലിന് വേണ്ടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ തൊഴിൽ 4 ഭാഗത്തും തിരയേണ്ടി വരും. ഒരു ഭാഗത്തായിരിക്കും ചിലപ്പോൾ തൊഴിലിന് പോവുക, അവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ 4 ഭാഗം തിരഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ക്ഷേത്ര വാഹനങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാഹനയാത്ര, മറ്റുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. വാഹന ചയനം, അഭിവൃദ്ധിക്ക് കാരണം നമ്മൾ മുന്നേറ്റം വരേണ്ട അവിടെയൊക്കെ ക്ഷയാവൃത്തി ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മീനൻ രാശിക്കാർക്ക് എന്ന് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. 4-ലെ വ്യാഴത്തിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ശനിയുടെ സ്ഥിതി കൂടി ചിന്തിക്കണം. അത് കാരണം കൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ട് വളരെ ദേഹസ്ഥാനം കൂടി 4-ാം ഭാവം
4-ാം ഭാവം ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, ദേഹസംബന്ധമായിട്ട് അലോസര സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും, ആപത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അവരവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാതാവും പിതാവും വേണ്ടപ്പെട്ടവരാണ്, കൂടെ പിറന്നവരും വേണ്ടപ്പെട്ടവരാണ്, അച്ചാച്ചനോ അച്ചാമ്മയോ അമ്മയെ കൊണ്ടവർ വേണ്ടപ്പെട്ടവരാണ്, അമ്മാവും വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവനവന് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആപത്ത് വരുവാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യത മീനക്കൂറുകാർക്കുണ്ട് എന്ന് പറയുന്നത്. ഈ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശനി കർമ്മകാരൻ കൂടിയാണ്. കർമ്മകാരകരാണെന്ന് വെച്ച് പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കർമ്മം പറഞ്ഞാൽ ബലിതർപ്പണങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ ആരുടെയും വിനിയോഗങ്ങളെല്ലാം വന്ന് അതിനുള്ള പ്രതികരണങ്ങളെല്ലാം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിൽ വ്യാഴം വരുന്നതോടുകൂടി ബന്ധുസമൂഹവും ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയെല്ലാം വരാറുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ഒരിക്കലും പുതിയ ബിസിനസ്സിനെ പറ്റി അന്വേഷിച്ച് പോയത് ബിസിനസ് കാരകനാണ് വ്യാഴം. അത് കാരണം ബിസിനസ് ചെയ്യുന്നവരെല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. അതിൽ സ്വർണ്ണാഭരണ ബിസിനസ്സുകൾ, രത്ന ബിസിനസ്സുകൾ, ധനസംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ, അതുപോലെ പലവ്യഞ്ജനം പറഞ്ഞാൽ പലചരക്കടാന്ന് പറയും. പലവ്യഞ്ജനം പറഞ്ഞാൽ മുളക് തൊട്ട് മല്ലി തൊട്ട് പരിപ്പ്, പയർവർഗ്ഗങ്ങളെല്ലാം, അരി ഉൾപ്പെടെ ധനധാന്യവകുപ്പ്, ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള പലവ്യഞ്ജനം, അതുപോലെ സ്വർണ്ണാഭരണ മേഖല, സ്വർണത്തിനെ പറ്റിയിട്ടുള്ള മേഖലകൾ, അതുപോലെ കുടുംബ സംബന്ധമായിട്ടുള്ള മേഖല, വാക്കുകൊണ്ട് പ്രവർത്തിക്കുന്ന മേഖല, വാക്കുകൊണ്ട് ഉപജീവനം ചെയ്യുന്ന മേഖല എന്നീ ഭാഗങ്ങളിലേക്കെല്ലാം ദോഷങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ആ ദോഷവിധാനങ്ങളെല്ലാം ചെറുത്ത് നിൽക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞാൽ ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടത വരാതെ നോക്കുക. ആപത്തുകൾ കാലഘട്ടങ്ങളിൽ നിന്നും പെട്ടെന്ന് മാറിത്തിരിക്കുക. എന്തെങ്കിലും കേസ് വഴക്കുകളോ മറ്റുള്ളവർക്ക് വരുന്നതാണെങ്കിൽ ജാമ്യം നിൽക്കാതെ ഒഴിഞ്ഞു മാറുക. എന്തെങ്കിലും ആർക്കെങ്കിലും ജാമ്യം നിൽക്കുകയോ പറ്റുമല്ല ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകാനുള്ള വഴികൾ ഉണ്ട്. അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ തമ്മിൽ ചിലപ്പോൾ അകലം പിരിയാനുള്ള സാധ്യത. സഹോദര സംബന്ധമായിട്ടുള്ള ചില വിഷയങ്ങളിൽ സഹോദരങ്ങളായിട്ട് അടിപിടി കൂടുവാനും അതുപോലെ സ്വത്ത് തർക്കങ്ങളിലെല്ലാം വഴക്ക് കൂടുവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടാവും. ചിലപ്പോൾ സ്വത്ത് തർക്കങ്ങൾ മൂലം വഴക്ക് മൂത്ത് ചിലപ്പോൾ ഓഹരി വെക്കേണ്ടതും പുതുതായിട്ട് ചിലപ്പോൾ വീട് കയറ്റത് വരുവതും സ്ഥാനഭ്രംശം വരുന്നാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. അതുപോലെ കൃഷി വകുപ്പുകളെല്ലാം കൃഷി ചെയ്യുന്നവർക്കെല്ലാം കൃഷിനാശങ്ങളെല്ലാം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന എല്ലാവർക്കും മെക്കാനിക്കൽ എഞ്ചിനീയറായാലും ഹൈടെക് സംബന്ധമായിട്ടുള്ള എഞ്ചിനീയർമാരായാലും വ്യവസായം ചെയ്യുന്നവർക്കാണെങ്കിലും ദോഷമാണ് കാണുന്നത്. കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള തൊഴിൽ മേഖല എല്ലാം പെടുന്നാണ് പറയുന്നത്. തൊഴിൽ മേഖല മൊത്തം ബാധിക്കും. കാരണം തൊഴിലിൻ്റെ കാരകത്വം കൂടി വ്യാഴം ഏറ്റെടുക്കുന്നുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖല, കളത്ര മേഖല, വിവാഹ സംബന്ധമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതെല്ലാം ചിലപ്പോൾ വിട്ടുപിരിയാനുള്ള സാധ്യത, മാരേജിനെ വിട്ടുപോകാൻ സാധ്യത, കുടുംബമേ തകർന്നു പോകേണ്ട അവസ്ഥ, ഐക്യത, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയില്ലാതെ ഡിവേഴ്സ് വരെയ്ക്ക് എത്തേണ്ട സാധ്യത, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടിയിട്ട് ശനിയുടെ മാറ്റത്തോടുകൂടി ശനിയുടെ ജന്മത്തിൽ വരുന്ന ശനിയുടെ തന്നോട്ട് പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ള പറഞ്ഞു. പരിഹാരങ്ങൾ ചെയ്യുക, ആത്മീയത വഴിപടിയാതെ ദൈവത്തിലേക്ക് അടുക്കുക. ശിവപുരാണം, അതുപോലെ തന്നെ ശനിപുരാണം, അതുപോലെ തന്നെ വ്യാഴപുരാണം, ആധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, ദൈവികപരമായിട്ടുള്ള ചിന്തകളിൽ മുഴുകുക, കീർത്തനങ്ങൾ വായിക്കുക, വിഷ്ണു സഹസ്രനാമ ജപം ജപിക്കുക, ലളിത സഹസ്രനാമം ജപിക്കുക, ശനിസ്തോത്രങ്ങൾ ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ക്ഷേത്രത്തിൽ അനുയോജ്യപരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. ഇപ്പോൾ 3-ലുള്ള വ്യാഴം 4-ലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സുഖസ്ഥാനം ഉറക്കമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യാഴം വരുമ്പോൾ മഹാവിഷ്ണുവിന് മഞ്ഞപ്പട്ട്, തുളസിപ്പാല, പാൽപ്പായസം, നിവേദ്യം എന്നിവ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നടത്തുക. എല്ലാത്ത പക്ഷം എല്ലാ വ്യാഴാഴ്ചയും വ്രതം കൊടുക്കുക. ബുധനാഴ്ച വൈകുന്നേരം വ്രതം കൊടുത്ത് പാലോ പഴവോ ഭക്ഷിച്ചതിന് ശേഷം പിറ്റേ ദിവസവും കാലത്തോ അതേപോലെ പാലോ പഴവോ ഭക്ഷിക്കുക. ഉച്ചയ്ക്ക് 1 നേരം ഭക്ഷണമാകാം. വൈകുന്നേരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി തീർത്ഥം കുടിച്ചതിന് ശേഷം, അതായത് പുണ്യാകം സേവിച്ചതിന് ശേഷം
വ്രതം അവസാനിപ്പിച്ച് മഹാവിഷ്ണുവിനെ തൊഴുതു അതിന് ശേഷം വ്രതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞിരുന്ന മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഈ പൂജാതി കർമ്മങ്ങൾ നടത്തി വഴിപാടുകൾ നടത്തി വരുന്നത് മൂലം ഈ വ്യാഴം 10 മാസമാണ് ഈ പ്രാവശ്യം. ഒരു കൊല്ലം ഉണ്ടാവില്ല, 10 മാസം സഞ്ചരിക്കുകയുള്ളൂ. ആ 10 മാസം ചെറുപ്പം നിൽക്കാനുള്ള ഒരു ഹെൽപ്പ് നേടുക എന്ന് പറയുന്നത്. നമസ്കാരം.